ഡെയിലി കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 21 വെള്ളി. ചോദ്യം 1. ഇന്ത്യയിലെ ആദ്യത്തെ പോളിടെക്നിക് ഡ്രോൺ ലബോറട്ടറി നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, തിരുവനന്തപുരം. ചോദ്യം 2. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം പുള്ളംപാറ, തിരുവനന്തപുരം. ചോദ്യം 3. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്ര? ഉത്തരം 6. 1 വെള്ളി, 5 വെങ്കലം. ചോദ്യം 4. 2026 ഓഗസ്റ്റ് 21 പുണെയിൽ നടന്ന 12ാമത് ബ്രിക്സ് കമ്മ്യൂണിക്കേഷൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജ്യോതിരാദിത്യ എം സിന്ധ്യ. ചോദ്യം 5. 2026 ഓഗസ്റ്റ് 21 സത്യപ്രതിജ്ഞാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വാർത്തയായ സാങ്കരമാഞ്ചി ജാനകി ഏതു പേരിലാണ് പ്രശസ്തയായിരുന്നത്? ഉത്തരം സൗക്കാർ ജാനകി. ചോദ്യം 6. ഒരു വ്യക്തിക്ക് പരമാവധി എത്ര മൊബൈൽ കണക്ഷനുകൾ കൈവശം വയ്ക്കാമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നിർദ്ദേശിച്ചു? ഉത്തരം 9 മൊബൈൽ കണക്ഷനുകൾ. ചോദ്യം 7. 2026 ഓഗസ്റ്റ് 21 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ആരംഭിച്ച ദേശീയ ഹാക്കത്തോണിന്റെ പേര് എന്താണ്? ഉത്തരം ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 TCQ 3.0. ചോദ്യം 8. 2027 ഫിഫ വനിതാ ലോകകപ്പിൽ ആകെ എത്ര മത്സരങ്ങളാണുള്ളത്? ഉത്തരം 64 മത്സരങ്ങൾ. ചോദ്യം 9. ജാർഖണ്ഡ് സർക്കാർ റദ്ദാക്കിയ നിയമന പരീക്ഷകളുടെ എണ്ണം എത്ര? ഉത്തരം 22 പരീക്ഷകൾ. ചോദ്യം 10. NCERT പാഠപുസ്തക സമിതിയുടെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം സന്ദീപ് ശാസ്ത്രി. ചോദ്യം 11. 2026 ഓഗസ്റ്റ് 20 RBI സെൻട്രൽ ബോർഡിലേക്ക് മുൻ ISRO ചെയർമാൻ എസ് സോമനാഥിനെ ഏത് നിലയിലാണ് നിയമിച്ചത്? ഉത്തരം പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടർ. ചോദ്യം 12. എസ് സോമനാഥിനൊപ്പം RBI സെൻട്രൽ ബോർഡിലേക്ക് വീണ്ടും നിയമിതനായ വ്യവസായി ആരാണ്? ഉത്തരം ആനന്ദ് മഹീന്ദ്ര. സോമനാഥിനൊപ്പം ആനന്ദ് മഹീന്ദ്ര, പ്രമോദ് ബാസിൻ, പങ്കജ് പട്ടേൽ എന്നിവരെയും ആ തീയതിയിൽ കേന്ദ്ര സർക്കാർ ബോർഡിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ചോദ്യം 13. 2026 ഓഗസ്റ്റ് 21 വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സാംബിയൻ നേതാവ് ആരാണ്? ഉത്തരം ഹക്കൈൻഡെ ഹിചിലേമ. ചോദ്യം 14. 2026 ഓഗസ്റ്റ് 21 പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യ വലിയ തോതിലുള്ള ബയോപോളിമർ പ്ലാന്റ് എവിടെയാണ് നിർമ്മിക്കുന്നത്? ഉത്തരം ഉത്തർപ്രദേശിലെ ലഖിംപൂർ കേരി ജില്ലയിൽ. ചോദ്യം 15. 47ാമത് സരള പുരസ്കാർ ലഭിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒഡിയ കവി ആരാണ്? ഉത്തരം ഡോക്ടർ ആശുതോഷ് പരീഡ. ചോദ്യം 16. ആശുതോഷ് പരീഡയ്ക്ക് 47ാമത് സരള പുരസ്കാർ ലഭിക്കുന്നത് ഏത് കൃതിക്കാണ്? ഉത്തരം ബിശ്വാസ് ദേ പൃഥ്വി. താങ്ക് യു ഫോർ വാച്ചിങ്.